വഴിയോര കലാകാരന്മാരുടെ ശക്തി എന്താണെന്ന് അറിഞ്ഞോ. പെട്ടി പാക്കറ്റ് റെഡി ആയിട്ട് തീരുന്നോ. ഒരു കോമണറായി വന്ന അനീഷ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും കണ്ടന്റ് കൊണ്ടുപോകുന്നതിലും ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അപ്പാനി ശരത്ത്. അപ്പാനി ശരത്ത് മാക്സിമം അനീഷിനെ എവിടേക്ക് ഇട്ട് തേച്ചൊട്ടിക്കാവോ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചെറിയ പോയിന്റ് കിട്ടിയത് അത് ചാടി കയറും. അങ്ങനെ വീണ് കിട്ടിയ ഒരു പോയിന്റാണ് നാടകം കളിക്കരുത് എന്ന് പറഞ്ഞത്. ഉടനെ അത് പ്രൊഫഷനെ ചോദ്യം ചെയ്തു, എൻ്റെ അഭിനയ ജീവിതത്തെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടായി. കൂടെ നമ്മുടെ രേണുസുതിയുണ്ട്, നാടക നടി. അതെ, ഞാനും ഒരു നടിയായിട്ടാണ് ഇവിടെ വന്നത്, ഞാനും ഒരു നാടക നടിയാണ്, നമ്മുടെ പ്രൊഫഷനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടായി. അങ്ങനെ ആ തർക്കം വന്നിട്ട് അനീഷ് ഹാളിക്കടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ഉലാത്തുനിന്ന് അനീഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പാനി ശരത്ത് പറയാണ്, നീ തീർന്നടാ, നിനക്ക് കേരളത്തിലെ കലാകാരന്മാരെ കുറിച്ച് എന്തറിയാം, നിനക്കറിയാവോടാ, വഴിയോര കലാകാരന്മാരെ നിനക്കറിയാവോടാ, കേരളത്തിലെ ജനങ്ങൾ നിന്നോട് എണ്ണി എണ്ണി ചോദിക്കുമടാ എന്നൊക്കെയാണ് പറയുന്നത്. നീ പെട്ടി പാക്ക് ചെയ്ത് പൊക്കോ, നിനക്ക് എന്തോ അറിയാം, ഞങ്ങൾ പറയുന്ന ഒരു ഡയലോഗ് നിനക്ക് പറയാൻ പറ്റുമോ, ഞങ്ങൾ ചെയ്യുന്ന പോലെ നിനക്കൊന്ന് അഭിനയിക്കാൻ പറ്റുമോ, നിനക്ക് എന്ത് കഴിവാണടാ ഉള്ളത്, നിനക്ക് ഒരു കഴിവുമില്ല, ഒന്നോ രണ്ടോ സിനിമകളിൽ അഭിനയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് താൻ വലിയ സംഭവമാണെന്നാണോ തൻ്റെ വിചാരം? ഇതുപോലെ അഹങ്കാരം പിടിച്ച ഒരുത്തനെ ഞാൻ ആ ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടില്ല. ഇതുപോലൊരു അഹങ്കാരം പിടിച്ചൊരു സാധനം ഈ അപ്പാനി ശരത്തിനെ പോലെ ഒന്ന്. എങ്ങനെയെങ്കിലും അനീഷിനെ പുറത്താക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. അതിനാണ് അനീഷിൻ്റെ കൂടെ ഗെയിം കളിച്ച് അവനെ തോപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ഗെയിമിലൊക്കെ ശ്രമിച്ചത്, അനുമോളോടും ഒത്തുകൊണ്ട് ചേർന്ന്. എന്നിട്ട് അവനത് വെളുപ്പിക്കാൻ വേണ്ടി അമ്മയൊക്കെ പിടിച്ചിട്ടാണ് സത്യം ഇടുന്നത്. അവന് പോയിന്റ് കിട്ടാത്ത ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട്, വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഇവന് കണ്ടന്റ് ഉണ്ടാക്കാനും അറിയത്തില്ല, ചെയ്യാനും അറിയത്തില്ല. എന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നവൻ്റെ നെഞ്ചത്തോട്ട് ചെന്ന് കീറിക്കൊണ്ടിരിക്കേണ്ട അവൻ്റെ അണ്ണാക്കിൽ കസാര ഇട്ടിട്ടാണ് ഇവൻ ചോദിക്കുന്നത്, നാണം ഉണ്ടോടാ, പറയടാ, നിനക്ക് ഇങ്ങനെ നടക്കാനല്ലേടാ അറിയുള്ളൂ, നിനക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയാവോടാ, ഞാൻ വലിയ മറ്റെടുത്ത ആടാന്നൊക്കെ പറയണം. ഇയാൾ എവിടുത്തെ നടനാന്ന് ആർക്കറിയാം, ചിലപ്പോൾ നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത്ര ഒരു അഹങ്കാരം പാടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കോമണറായിട്ട് വന്ന ആളാണ് അനീഷ്. കോമണർ എന്ന അത് വിട്ടേക്കുക, അയാൾ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഇത്രമാത്രം പറയാൻ എന്തുണ്ട്? ഈ അപ്പാനി ശരത്ത് നാടക നടന്മാരെ പറഞ്ഞു, ഞങ്ങളുടെ തൊഴിലിനെ പറയുന്നു എന്ന് പറഞ്ഞ അപ്പാനി ശരത്ത് തന്നെയല്ലേ ലാലേട്ടൻ ഉണ്ടായിരുന്ന എപ്പിസോഡിൽ, ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് നിന്റെ നാടകം ഇവിടെ അവസാനിപ്പിക്കുക, നിന്റെ നാടകം ഞങ്ങൾക്ക് മനസ്സിലായടാ എന്ന് പറഞ്ഞത്. നീയാണ് അനീഷിനോട് പറയണ പെട്ടി ബാക്കി ചെയ്ത് വെച്ചോളാൻ. ഒരുപാട് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരേ ഒരു വ്യക്തി അനീഷ് മാത്രമാണ്. എന്നിട്ട് ഇപ്പം നിനക്ക് അയാളെ പുറത്താക്കണം, അതിന് വേണ്ടിയിട്ടുള്ള നിൻ്റെ കുതന്ത്രമാണ്. നിനക്കത് മനസ്സിലായി, അവൻ ആ കണ്ടൻറ്റ് കൊടുക്കുന്നതെന്നും അവൻ്റെ കണ്ടൻറ്റൊക്കെ വെളിയിൽ പോകുന്നുള്ളതും മനസ്സിലായതോടെ അപ്പാനിയുടെ അടവാണ് അവൻ എത്രയും വേഗം പുറത്താക്കണം എന്നുള്ളത്. അതിനുവേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. താനാണ് ഇപ്പോൾ സത്യത്തിൽ നാടകം കളിച്ചുകൊണ്ടിരുന്നത്. പട്ടി ഷോ എന്നല്ലാതെ വേറെ ഒന്നും ഇതിന് പറയാനില്ല. താൻ എന്ത് കണ്ടൻറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഏത് സമയം അനീഷിൻ്റെ നെഞ്ചത്തോട്ട് കയറിയിട്ടുള്ള കണ്ടൻറ്റല്ലേ താൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു നാടക നടി, കേരളത്തിലെ ഫേമസ് ആയ നാടക നടി രേണുസുതി ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ട് പറയാണ്, എൻ്റെ പൊന്നു ബിഗ് ബോസേ, എനിക്ക് അക്ബറിനോട് ക്ഷമിക്കാൻ കഴിയൂല. എൻ്റെ മൂത്ത മകനും അവൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണുന്ന ഒരു ഷോയാണ്, ആ ഷോയിൽ വെച്ചിട്ടാണ് അയാൾ എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത്. ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എന്നെക്കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്ന്. എന്നിട്ട് അവൻ എന്നോട് ചെയ്തത് എന്താണ്? മിഡ് വീക്ക് എവിക്ഷനിൽ എൻ്റെ പേര് വീണ്ടും എടുത്തിട്ടു. എന്നാൽ എൻ്റെ പേര് എടുത്തിടായിരുന്നെങ്കിൽ പാവമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ഷമിച്ചേനെ. ഇവിടെ പലരും എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു, എന്നാൽ കുറച്ച് പേര് പറഞ്ഞു ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ അയാൾ എന്നെ മിഡ് വീക്ക് എവിക്ഷനിൽ കൊണ്ടിട്ടു, അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിൽ ക്ഷമിക്കാൻ പറ്റില്ല എന്നാണ് രേണുസുതി പറയുന്നത്. ഇത് ഇങ്ങനെ ക്യാമറയെ നോക്കി പറയാൻ രേണുസുതിക്ക് പറഞ്ഞു കൊടുത്തത് ശാരികയാണ്. ശാരികയുടെ ബുദ്ധിയാണത്. അതിനുശേഷം ക്യാമറയെ നോക്കി പറഞ്ഞതിന് ശേഷം ശാരികയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാൻ എല്ലാം പറഞ്ഞു, എനിക്ക് ഒരു തരത്തിലും അക്ബറിനോട് ക്ഷമിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് രേണുസുതി ശാരികയോട് പറയുന്നത്. അപ്പോൾ ശാരികയ്ക്കും അക്ബറിൻ്റെ മേലൊരു കണുകടിയുണ്ട്. അതുകൊണ്ട് അക്ബറിനെ എങ്ങനെയും പുറത്താക്കണം. അതിനുവേണ്ടി ശാരികയെ രേണുവും കൂടെ ചേർന്നുള്ള തന്ത്രമാണ്. എന്തായാലും ബിഗ് ബോസ് ഹൗസിന് പുറത്ത് അല്ലെങ്കിൽ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടുപേരും വലിയ ഗീരിയും പാമ്പൊക്കെ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഹോട്ട് സീറ്റിൽ പോയിരിക്കലും ഇറക്കലും ഒക്കെ ആയിരുന്നു. എന്നപ്പോൾ അതിനുള്ളിൽ ചെന്നപ്പോൾ വലിയ അടയും ചക്കരയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്തായാലും മറ്റുള്ള ബിഗ് ബോസ് വീഡിയോ അപ്ഡേഷനുമായി ഉടനെ കാണാം.